അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലേ പ്ലൈവുഡ് അല്ല, മൾട്ടിവുഡ് അല്ല, WPC അല്ല, ഒന്നല്ല, വെറും ടൈല്. അതെ, ടൈലോട്ട്, വെറും ടൈലല്ല, ടൈല്. അപ്പൊ ടൈലോട്ട് ചെയ്തിട്ടുള്ള സൂപ്പർ അടിപൊളി വർക്ക് ഇതാണ്. ഇതെന്താ ഇതിന്റെ ഫിനിഷിങ് നോക്കണം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗി കാണാനുള്ളത് അല്ലെ. ന്യൂ മോഡൽ കിച്ചൺ റാക്ക് എന്ന് പറയാം അല്ലെ, സ്റ്റോറേജ് അടക്കമുള്ള സംഭവമാണ്. അപ്പൊ ഷീത്തെ ഒരുപാട് ആൾക്കാർ മുന്നേ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ടൈലില് റാക്ക് ചെയ്താലേ ഡോർ പിടിപ്പിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഷീത്ത് ഇവിടെ അടിപൊളിയായിട്ട് നല്ല വൈറ്റ് ഡോർ പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടില് വീട് പണി നടക്കുന്ന സൈറ്റിലാണ് കേട്ടോ, ഒരു സൈറ്റില 2-3 സൈറ്റ് ഒരുമിച്ച് ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്. ഷിജിത് ഭായ്, അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെ റാക്കിന്റെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മളൊരു കിച്ചൺ റാക്കിന്റെ നമ്മളെ ന്യൂ മോഡൽ, പുതിയ മോഡൽ, ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ റാക്കിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ 1, 2, 3, 4 വീടുകൾ ഇവിടെ അടുപ്പിച്ച് വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ചെങ്കലിൽ, നമ്മളെ ചെങ്കലിലുകൊണ്ടാണ് നാട്ടിൽ അധികം ഇപ്പോഴും വർക്ക് നടക്കുന്നത് കേട്ടോ. പേരെന്താ? പേര് തബ്സീർ. അപ്പോൾ തബ്സീറാണ് ഇവിടെ 3 സെന്റ് 4 സെന്റിലൊക്കെ വീടാണ് അല്ലേ. അപ്പോൾ നമ്മളെ ചെലവ് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വീടുകളൊക്കെ നിങ്ങൾ വെക്കും അല്ലേ. ഫാമിന്റെ പേരൊന്ന് പരിചയപ്പെടുത്തല്ലോ നമ്മളെ ചാനലിൽ. നാട്ടിൽ തന്നെ, നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ചെലക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ നമ്മളെ നാട് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വർക്ക് എല്ലാ വർക്കും ചെയ്യലുണ്ട്. ഇത് മാത്രമല്ല, അതിപ്പോൾ ഇവിടെ ഒരു വർക്ക് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ ഷിജിപ്പായിൻ്റെ കൂടെ അവിടെ വന്നാണ്. അപ്പോൾ നാട്ടിലെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലാണ്. ചെങ്കല്ല്, ഇതാ സാധാരണ ചെങ്കല്ല്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലുണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇത് കണ്ണൂരിൽ നിന്ന് വന്നാണോ പിടിച്ചാണോ? കണ്ണൂരല്ലേ. ഏകദേശം ഒരു 60 രൂപയ്ക്കാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കല്ല് വരാൻ വേണ്ടിയിട്ടാവുന്നത്. അതാ ആ ഒരു മോഡലിൽ പടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലാണ് സാധാരണ ഇവിടെ. ഇനി ഇതേപോലെ തേച്ച് ഫിനിഷ് ആക്കാനുള്ളതാണ്. കുറച്ച് സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാണ്ട്. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ 2 സ്റ്റെപ്പോട് കൂടിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ വൈറ്റ് ടൈല്, സ്റ്റീലിൻ്റെ ഡോറ്, അതേപോലെ തന്നെ വിൻഡോ ഒക്കെ വരുന്നത് കോൺക്രീറ്റിലാണ്, പൊളി വരുന്നത് മരത്തിലാണ്. അപ്പോൾ ഇതാണ് വീട്, ഫുള്ളൊരു വൈറ്റ് ഫിനിഷ് അല്ലേ. 4-2 ടൈല അല്ലേ, 4-2 ടൈല്. ഹായ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണിക്കാനുള്ളത് ഇതാണ്. ഇത് നമുക്കിതിൻ്റെ ഉറപ്പ് ടെസ്റ്റ് ചെയ്യണം ആദ്യം. ഇതിന്റെ മുകളിൽ കയറിക്കോ. പലവർക്കുള്ള സംശയമാണ് പൊട്ടിപ്പോവോ, ആൾക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് ചോദിച്ചത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെയിനായിട്ട് ചോദിച്ചത് അതാണല്ലേ, പൊട്ടിപ്പോവാന്നല്ലേ. സ്ലാബ് നിൽക്കുമെന്ന്, കാരണം 2 ഇഞ്ച് കനേ ഉള്ളൂ, ആദ്യം വരുന്നുള്ളൂ. ഇത് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഗ്രാനൈറ്റ് ആണ്, അടിയിൽ 2 ഇഞ്ചിന്റെ സ്ലാബ്, 2 ഇഞ്ചിന്റെ സ്ലാബ് അതേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർക്ക് സംശയം പൊട്ടിപ്പോവോ പൊട്ടിപ്പോവില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ തന്നെ കയറാം. പിന്നെ പേടിക്കാനില്ല. അതെ, ഞാൻ കയറി പേടിക്കാനില്ല. ഓക്കെ, എത്ര സ്ട്രോങ് ആണ് കേട്ടോ. കാരണം അങ്ങനെ പൊട്ടിപ്പോണ ഒരു പ്രശ്നം ഒന്നും ഇതിന് വരാനില്ല. അങ്ങനത്തെ ഈ വക്കത്ത് ചവിട്ടിയാണ് പൊട്ടിപ്പോവാന്ന് ചോദിച്ചിനെ. ഇത് ഗ്രാനൈറ്റ് ആണ്, ഗ്രാനൈറ്റ് ആണ്, ഒന്നും വരില്ല. അത് മാത്രമല്ല അതിന്റെ ഫിനിഷിങ്ങും കൂടി എടുത്ത് പറയണം കേട്ടോ. ഇതാണ് ഇതിന്റെ ഫിനിഷ്, ഫുള്ളായിട്ട് ടൈലിൽ ചെയ്തിട്ടുള്ള ഇതിന്റെ ഫിനിഷ്. ഇതിപ്പോ കഴുകി സോപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കഴുകുക. ഇതിന്റെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ടൈലായതുകൊണ്ട്, ടൈലും കോൺക്രീറ്റ് ആണ്, ടൈലും സിമെന്റും അല്ലേ. ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടില് ഡബിൾ സ്ട്രോങ് ആണിത്. കാരണം പറഞ്ഞാൽ സാധാരണ നമ്മളിവിടെ ഒരു ഫ്രെയിം അല്ലേ ഉണ്ടാവുള്ളൂ ഈ WPCയിലൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇത് ഫുള്ളായിട്ട് സിമെന്റും ടൈലായതുകൊണ്ട് നല്ല ഉറപ്പാണ്. ഇഞ്ചസ് ഒക്കെ ടൈലിലാണ് കൊടുത്തത്. നമുക്കത് ബോക്സ് ആയിട്ട് ചെയ്യാൻ കഴിയും, അതാണ് ഏറ്റവും മെച്ചം. ഇതിൽ വേണമെങ്കിൽ എത്ര ബോക്സ് വേണമെങ്കിലും ആക്കാം, കള്ളി തിരിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം നല്ല പ്രീമിയം, ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒപ്പിച്ചുള്ള പരിപാടിയല്ല, പ്രീമിയം വർക്കാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ ചെലവും അതിന് വരില്ല. ഇവിടെ ഓൾറെഡി നമ്മൾ സ്ലാബ് വാർത്തന്റെ സുഹൃത്തിന്റെ വീടാണ്. അതെ, അതുകൊണ്ട് അവർ പറഞ്ഞതിന് പ്രകാരം ചെയ്തു കൊടുത്താണ്. ഇത് നമുക്ക് വർക്ക് കൂടുതലാണ്. ഇത് സ്ലാബ് ആദ്യം വാർത്തിട്ടാണ്. ഇപ്പൊ സാധാരണ മോഡുലാർ കിച്ചണിലൊക്കെ ഇതുപോലെ സ്ലാബ് വാർക്കില്ല കേട്ടോ. ഇപ്പൊ ഏത് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുകയാണെങ്കിലും സ്ലാബ് വാർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കും സ്ലാബ് വാർക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്ലാബ് വാർക്കാൻ പണി കൂടുതലാണ്. ഇതിപ്പോ ഷിജിത്ത് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ടൈല് വെച്ച് ഒട്ടിക്കുകയാണ്. ഇത് അവിടെ കാണാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് ടൈലാണ്. ഇപ്പുറം അപ്പുറം ടൈല്. ഇവിടെ 45 അടിച്ചിട്ട് കറക്റ്റായിട്ട് ടൈല് കട്ട് ചെയ്തിട്ട് ഫുൾ ടൈല്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ടൈലുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഡോറ് മാത്രം WPC അല്ലേ. അത്യാവശ്യം നല്ല ഡെൻസിറ്റി ഉള്ള നല്ല WPC ഉണ്ട് അല്ലേ ചെയ്യുന്നത്. പിന്നെ ബാസ്ക്കറ്റ് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അതിന് കഴിയില്ലെന്നും പല ടീമും പറഞ്ഞിട്ടുണ്ട്. അതിന് വെച്ചിട്ടുണ്ട് ബാസ്ക്കറ്റ്, കുഴപ്പമില്ലാതെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് സ്ക്രൂ പിടിപ്പിക്കാനും ചെയ്യാനും പറ്റും ടൈലില്. പല ആൾക്കാരും പറഞ്ഞു ടൈലിൽ സ്ക്രൂ പിടിക്കില്ലാന്നല്ലേ. ടൈലിൽ നമുക്ക് സ്ക്രൂ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് നമ്മൾ പുറം കണക്കാക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഡോറ് ഒരേ കറക്റ്റ് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ അവിടെ ചെയ്തത് ഫസ്റ്റ് ചെയ്തതിൽ ഇവിടെ ഒരു ബോർഡർ ആയിട്ട് കാണലുണ്ട് അല്ലേ? ടൈല് ബോർഡർ ആയിട്ട് കാണലുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായിട്ട് കുറച്ചും കൂടി ഭംഗി, ആ ടൈല് ബോർഡർ ആയിട്ട് കണ്ടേ ഇവിടെ. പിന്നെ ഇതെന്താ വെച്ചാൽ ഇത് ഇവിടെ ഈ സ്ലാബും കൂടി വന്നപ്പോൾ ഇവിടെ വീതി കൂടി. ബാസ്ക്കറ്റ് വെക്കാൻ പറ്റും, അതിന്റെ സംശയം തീർന്നു. ആൾക്ക് കയറുന്നാലും ഒന്നല്ല, അതും സംശയം തീർന്നു. ഓക്കെ. പിന്നെ സ്ക്രൂവിന്റെ സംശയമാണ്, പലർക്കും സ്ക്രൂ ഇളകി പോരുമെന്നുള്ളതാണ് ഡൗട്ട്. അതെ, അതും നമുക്ക് തീർക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരിക അല്ലേ? അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലല്ലേ? ഇത് പ്ലഗ് വെച്ചില്ലേ ഉള്ളിൽ? പ്ലഗ് വെച്ചിട്ട് അതിൽ സ്ക്രൂ വെച്ച് കയറിയിട്ട് നല്ല ഉറപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു കാരണവശാലും പോവില്ല. സാധാരണ നമ്മളെ സിമെന്റിൽ വെക്കണതിനെക്കാട്ടി പിന്നെ അത് മാത്രമല്ല ഇത് അലുമിനിയത്തിലൊക്കെ വെക്കണതിനെക്കാട്ടി സ്ട്രോങ് ഇതിൽ കിട്ടൂലേ? കയ്യിൽ കിട്ടൂലേ? അലുമിനിയത്തിൽ വെക്കണതിനെക്കാട്ടി WPCയിൽ വെക്കുന്നതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് ഇതിൽ വെക്കും. ഫുള്ള് ടൈലാണല്ലോ. അപ്പൊ പരീക്ഷണങ്ങൾ നമ്മൾ ഇതിൽ കൊണ്ടുവരണം അല്ലേ? അപ്പൊ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ പുതിയതാവുമ്പോ അതാണല്ലോ അല്ലേ? നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, ഇതിൽ ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാനുള്ള കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ മറ്റുള്ള വർക്കൊക്കെ ഫാബ്രിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 10-12 വർഷം. അപ്പോൾ ഷിജിത് ഭായ്, അപ്പോൾ വർക്ക് ഇതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും, നമുക്ക് ചെയ്ത് കൊടുക്കും. എവിടെ വേണമെങ്കിലും അപ്പം വിളിക്കുക. അപ്പോൾ ഇതിന്റെ സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചത് ഓരോരുത്തർക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് വെക്കാം, ബാസ്ക്കറ്റ് വെക്കാൻ പറ്റും, കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ കാരണം അപ്പോൾ ഇതിന്റെ വർക്ക് ഒരുപാട് ഇപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള 2 വർക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഷിജിത്തിന്റെ സേവനം ആവശ്യമുള്ളവർ അവന്റെ നമ്പർ ഞാൻ അതിൽ വെക്കുക, വിളിക്കുക, സംശയങ്ങളൊക്കെ നേരിട്ട് ചോദിക്കുക. സംശയങ്ങൾ ഇനിയിപ്പോൾ കുറെ ഇതിൽ നിവൃത്തിയായി. പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവനോട് നേരിട്ട് സംസാരിക്കട്ടോ. ഇതിന് റേറ്റ് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും നമ്മൾ റേറ്റ് പറയുന്നത്. ഒരു റേറ്റ് പറയാൻ ഞാൻ തീരുന്നല്ല. ഇതിപ്പോൾ ഇവിടെ തന്നെ ഇവരിവിടെ റാക്ക് വാർത്തതാണ്. നമ്മൾ നേരത്തെ കണ്ട സൈറ്റിൽ റാക്ക് വാർക്കാത്തതാണ്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു കോമൺ ആയിട്ടുള്ള റേറ്റ് പറയാൻ പറ്റാത്തത്. ഓക്കെ ജിത്തെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. സ്പെഷ്യൽ വെറൈറ്റി സംഭവം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം. ഇത് പ്രസ് ചെയ്താൽ അതിലേക്ക് വരും. ആവശ്യം വേണ്ട സാധനങ്ങൾ ഇതിൽ കിട്ടും. ഇത് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. വാവ്, സൂപ്പർ.